الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده. كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. صدق الله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി, മുഅ്മിനീങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ ഫദല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ലോകത്ത് വന്ന പ്രവാചകന്മാർക്ക് പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ചും പറയുകയുണ്ടായി. പ്രവാചകന്മാരെ മനസ്സിലാക്കുന്നിടത്ത്
പിൽക്കാലത്ത് വന്ന മനുഷ്യർക്ക് പല അപജയങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള സമഗ്രമായ ഒരു പഠനം സത്യവിശ്വാസികൾ എന്ന നിലയിൽ നമ്മളൊക്കെയും നടത്തേണ്ടതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച് വളരെ പ്രാമാണികമായി വന്നിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു, കുന്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളൊക്കെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. വഹുവ അഖദ ബിയദി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ഉമർ യാ റസൂലല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹം റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ല അൻത അഹബ്ബ ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. പക്ഷേ ഇല്ലാ മിൻ നഫ്സി, എന്നോടുള്ള സ്നേഹം കഴിഞ്ഞിട്ടാണ് എനിക്ക് താങ്കളോട് മഹബ്ബത്തുള്ളൂ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഫഖാല, ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, ലാ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. താങ്കൾ താങ്കളെക്കാളും എന്നെയാണ് സ്നേഹിക്കേണ്ടത്. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തിരുത്തുന്നു. അപ്പോൾ റസൂലിൻ്റെ മറുപടി, അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറെ നിന്റെ ഈമാൻ പൂർണ്ണമായത്. ഒരു പക്ഷേ നമ്മളൊക്കെയും പല പ്രാവശ്യമായിട്ട് ഈ ഒരു പ്രവാചക വചനം കേട്ടിട്ടുണ്ടാവും. ഉമർ പറയുന്നു, എനിക്ക് എന്നെ കഴിഞ്ഞാൽ താങ്കളെയാണ് ഇഷ്ടം. റസൂല് തിരുത്തുന്നു, അങ്ങനെയല്ല, താങ്കളെക്കാളും എന്നെയാണ് സ്നേഹിക്കേണ്ടത്. ഇവിടെ ഹുബ്ബിൻ്റെ ഒരു നിർവചനം നമ്മളൊക്കെയും മനസ്സിലാക്കേണ്ടതാണ്. ഹുബ്ബ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെയാണ്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇഷ്ടത്തിൻ്റെ നിർവചനം എന്താണ്? ഉമറിനോട് പ്രവാചകൻ പറയുന്നു, നിന്നേക്കാളും എന്നെ സ്നേഹിക്കണം. അപ്പം അതിൻ്റെ ഒരു നിർവചനം എന്താണ്? ഇനി ഇതുകൂടാതെ വേറെയും ധാരാളം പ്രവാചകന്റെ വചനങ്ങളുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, വന്നാസി അജ്മഈൻ, സകല മനുഷ്യരെക്കാളും നിങ്ങൾ എന്നെയാണ് സ്നേഹിക്കേണ്ടത്. അങ്ങനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹുബ്ബിൻ്റെ ഒരു നിർവചനം, ഹുബ്ബ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്ക് വാ കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുമോ? വായ കൊണ്ട് സ്നേഹിക്കുക എന്ന ഒരു പ്രയോഗമുണ്ട്. ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു എന്നിങ്ങനെ പറയുക, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ പാടി പുകഴ്ത്തുക, അത് വാ കൊണ്ടുള്ള ഒരു സ്നേഹമാണ്. ഞാൻ അടുത്തു വരുമ്പോൾ എന്നെ മഹത്വപ്പെടുത്തുക, എന്നെ പുകഴ്ത്തുക, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു, താങ്കളെ സ്നേഹിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് വാ കൊണ്ടുള്ള ഒരു സ്നേഹമാണ്. പക്ഷെ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് പ്രവൃത്തി കൊണ്ടുള്ള സ്നേഹമാണ്. ഇപ്പം ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഞാൻ എൻ്റെ ഇണയെ സ്നേഹിക്കുന്നുവെങ്കിൽ,
ഞാൻ എൻ്റെ മാതാപിതാക്കളോട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു? അല്ലെങ്കിൽ എൻ്റെ ഇണയോട് എപ്പോഴും ഇങ്ങനെ പറയുകയാണോ? അതിനപ്പുറം ഒരു പ്രതിബദ്ധത അവരോട് എനിക്കുണ്ടായിത്തീരും. അവർ പറയുന്ന കാര്യങ്ങളിൽ ഒരു അനുസരണം തീർച്ചയായും അവിടെ ഉണ്ടായിത്തീരും. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, റസൂലേ താങ്കൾ പറയുക, നിങ്ങൾ യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, എന്നെ അനുസരിക്കുക. യുഹ്ബിബുകുമുല്ലാഹ്, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. അപ്പോൾ ഹുബിന്റെ ഒരു നിർവചനമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അനുസരണം. സ്നേഹത്തിന്റെ ഒരു നിർവചനമാണ് ഇത്തിബാ അഥവാ അനുസരണം. നിങ്ങൾ എന്നെ അനുസരിക്കൂ, അല്ലാഹു നിങ്ങളെ തീർച്ചയായും സ്നേഹിക്കും. അതല്ലാതെ ഒരു വ്യക്തിയെ മഹത്വപ്പെടുത്തൽ, ഒരു വ്യക്തിയെ പാടിപ്പുകഴ്ത്തൽ, ഒരു വ്യക്തിയോട് വാഗൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൽ, അതുമാത്രമല്ല സ്നേഹം. മറിച്ച് പിൻപറ്റലാണ്, അനുസരിക്കലാണ്, ഇത്തിബാ ആണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറയുന്നു. നമ്മളിനി ചരിത്രത്തിലേക്ക് വരിക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരും തമ്മിൽ ചില മത്സരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. സാമ്പത്തികമായി വല്ലാതെ പ്രയാസപ്പെട്ട ഒരു സന്ദർഭത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നിങ്ങൾ സദക്ക ചെയ്യണം. ഇപ്പോൾ സാമ്പത്തികമായ ഒരുപാട് പ്രയാസങ്ങൾ ഉള്ള സന്ദർഭമാണ്, പ്രത്യേകിച്ച് തബൂക്ക് യുദ്ധം അതുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബിമാരോട് പറഞ്ഞു, നിങ്ങൾ സമ്പത്ത് കഴിയുന്ന പോലെയൊക്കെ സദക്ക ചെയ്യണം. ഈ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, എപ്പോഴും എല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഈ സദക്കയുടെ കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് പരാജയപ്പെടുത്തണം, എനിക്ക് ഒന്നാം സ്ഥാനത്ത് വരണം. അങ്ങനെ അദ്ദേഹം ചിന്തിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെന്ന് തൻ്റെ കുടുംബത്തിലുള്ള സമ്പത്ത് മുഴുവൻ ശേഖരിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ആ സമ്പത്ത് കൊണ്ടുവന്ന് വയ്ക്കുന്നു. റസൂൽ ചോദിച്ചു, ഇനി എത്ര ബാക്കിയുണ്ട്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്രയും കൂടി ബാക്കിയുണ്ട്, അഥവാ നേർപകുതി ബാക്കിയുണ്ട്. എൻ്റെ സമ്പത്തിൻ്റെ നേർപകുതി ഞാനിതാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സദക്കയായി നൽകിയിരിക്കുന്നു റസൂലേ എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ എനിക്കൊന്ന് കാണണം, എത്രമാത്രം അദ്ദേഹം സദക്ക ചെയ്തിട്ടുണ്ട് എനിക്കറിയണം, ഞാനാണ് ഇവിടെ ജയിക്കുക, ഈ സന്ദർഭത്തിലെങ്കിലും ഞാൻ തന്നെയാണ് ജയിക്കുക എന്ന് അദ്ദേഹം വിചാരിച്ചു പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്പത്തുമായിട്ട് വരുന്ന ആ രംഗം അദ്ദേഹം വീക്ഷിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്പത്ത് പ്രവാചകന്റെ അടുക്കൽ വയ്ക്കുന്നു. റസൂല് ചോദിക്കുന്നു, ഇനി എത്രയുണ്ട് ബാക്കി? ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അള്ളാഹുവും അവന്റെ ദൂതനുമല്ലാതെ മറ്റൊന്നും എൻ്റെ കൈവശം ഇല്ല എന്നായിരുന്നു. അവിടെയും ഉമർ പരാജയപ്പെടുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നിങ്ങൾ സഹാബിമാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതുപോലെയുള്ള വേറെയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർണായകമായ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ അനുസരിക്കാൻ വേണ്ടി അവർ പരസ്പരം കാണിക്കുന്ന ഒരു മത്സരമാണ്.
റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഇനി എൻ്റെ വീട്ടിൽ ഒന്നുമില്ല, ഉള്ള സമ്പത്ത് മുഴുവൻ ഞാനിപ്പോ ഇതാ റസൂലെ താങ്കൾ പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ ദീനി മാർഗത്തിൽ ചെലവഴിച്ചിരിക്കുന്നു. പക്ഷെ എന്നിട്ടും അവർ ദരിദ്രരായി മാറിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. സാമ്പത്തികമായി അവർ പരാജയപ്പെട്ടു പോയിട്ടില്ല. പടച്ചവന്റെ ഔദാര്യം കൊണ്ട് അവർ സമൃദ്ധിയിലാണ് ജീവിച്ചതും. ഇതാണ് റസൂലിനെ അനുസരിക്കുക. അവിടെയാണ് ഹുബ്ബ്, അവിടെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അനുസരിക്കാൻ ത്യാഗം ആവശ്യമുണ്ട്, പ്രയാസം ആവശ്യമുണ്ട്. അതേസമയം നമുക്ക് റസൂലിനെ ഈ പറഞ്ഞ പോലെ വായ കൊണ്ട് റസൂലിനെ സ്നേഹിക്കാൻ ത്യാഗം ആവശ്യമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്കയിൽ നിക്കക്കള്ളിയില്ലാതെ ശത്രുക്കളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഹബശയിലേക്ക് അഥവാ എത്യോപ്യയിലേക്ക് പലായനം ചെയ്യൂ, ഇവിടെ നിക്കക്കള്ളിയില്ല. ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നു സഹാബിമാർ, ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങുന്നു. ആ സന്ദർഭത്തിലാണ് ഹബശയിലേക്ക് അഥവാ എത്യോപ്യയിലേക്ക് നിങ്ങൾ പലായനം ചെയ്യൂ. അവർ പലായനം ചെയ്തു. നാടും വീടും ഇട്ടേച്ചുള്ള പലായനം. നമുക്കിത് പറയാൻ എളുപ്പമാണ്, നമുക്ക് ഈ ചരിത്രം കേൾക്കാനും എളുപ്പമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നത് എങ്കിൽ അതിനുശേഷമാണ് മദീന പലായനം. ഒന്നുമില്ലാതെ മക്കയിൽ എല്ലാം വിട്ടേച്ച് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അവർ മദീനയിലേക്ക്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നു. റസൂലിനെ അവർ അനുസരിക്കുന്നു, ത്യാഗം സഹിക്കുന്നു. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് സഹാബിമാരെ മൊത്തത്തിൽ റസൂൽ വിളിച്ചുകൂട്ടി. ഇതാ ശത്രു നമ്മെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു, എന്താണ് ചെയ്യേണ്ടത്? പ്രവാചകന്റെ കൂടിയാലോചനയാണ്. ആ സന്ദർഭത്തിൽ സഹാബിമാര് കൊടുത്ത ഒരു മറുപടിയുണ്ട്, റസൂലെ അങ്ങ് കടലിലേക്ക് എടുത്തു ചാടാൻ പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. താങ്കൾ ഒരിക്കലും ഞങ്ങളെ വഞ്ചിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യമായിട്ടാണ് താങ്കളെ ഞങ്ങളിലേക്ക് അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് കടലിലേക്ക് എടുത്തു ചാടാൻ പറഞ്ഞാലും ഞങ്ങൾ റെഡിയാണ്. ഈ ഒരു വിധേയത്വം, ഈ ഒരു അനുസരണം, ഇങ്ങനെയുള്ള ഒരു പ്രവാചക സ്നേഹത്തെ സംബന്ധിച്ച് നമ്മളൊക്കെയും ശരിക്കും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഇത്തിബാ വേണം, അനുസരണം വേണം. അല്ലാതെ നമ്മൾ വെറുതെ പാടിപ്പുകഴ്ത്തിയിട്ട് മാത്രം ഒരു കാര്യമില്ല. അത് എളുപ്പമാണ്, എല്ലാവർക്കും പള്ളിയിലേക്ക് വരാം, പള്ളിയിൽ വന്നിട്ട് വട്ടം കൂടിയിരിക്കാം, അങ്ങനെ റസൂലിന് വേണ്ടി ഒരുപാട് സ്വലാത്തൊക്കെ ചെല്ലാം. അവിടെ ഒരു ത്യാഗമില്ല. എല്ലാം കഴിയുമ്പോൾ നല്ല ആഹാരം കഴിക്കാം, ശരീരത്തിൽ വിയർപ്പ് പറ്റാതെ ഇറങ്ങിപ്പോകാം. സുഖകരമായ പ്രവാചക സ്നേഹം, സന്തോഷകരമായിട്ട് കെട്ടിപ്പിടിച്ച് പിരിയാം, 10,000 സ്വലാത്ത് ചെല്ലാം. അവിടെ ത്യാഗം കടന്നു വന്നിട്ടില്ല. സ്വലാത്ത് വേണം, പക്ഷേ റസൂൽ നമുക്ക് സമ്മാനിച്ച ഒരു ദീൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നട്ട് നനച്ചു വളർത്തി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച ഒരു ദീൻ, ആ ദീനിന്റെ സംരക്ഷകരായി, അതിൻ്റെ പരിപാലകരായി ഈ സമൂഹത്തിൽ ജീവിക്കുക എന്നത്, അവിടെയാണ് ത്യാഗം ആവശ്യമുള്ളത്. അവിടെയാണ് വെയിൽ കൊള്ളേണ്ടത്, അവിടെയാണ് മഴ നനയേണ്ടത്, അവിടെയാണ് ശരീരം വിയർക്കേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ജീവിത മാതൃകകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ത്യാഗം, ജിഹാദ് എന്ന അറബിയിൽ പറയും. അവിടെയാണ് പ്രിയമുള്ളവരെ പ്രവാചക സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. ലോകത്തേക്ക് വന്ന പ്രവാചകന്മാർ അവർ മനുഷ്യ സമൂഹത്തോട് പറഞ്ഞതെന്ത്? അതൊരു ചോദ്യമാണ്. ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നല്ലോ, ഇവർ മനുഷ്യ സമൂഹത്തോട് എന്താണ് പറഞ്ഞത്? ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ അതിനെ സംബന്ധിച്ചൊരു സൂചന നൽകിയിരുന്നു. അവർ പറഞ്ഞ കാര്യം മാലക്കും മിൻ ഇലാഹിൻ ഗൈറു എന്നതാണ്.
നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുക, അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ആരാധ്യൻ ഇല്ല. ഫഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ആദം നബി അലൈഹിസ്സലാം തൊട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സകല പ്രവാചകന്മാരും പറഞ്ഞ ഒരു വാക്യമായിട്ട് വിശുദ്ധ ഖുർആൻ ഇത് എടുത്തുദ്ധരിക്കുന്നു. അള്ളാഹുവിനെ അനുസരിക്കുക. എവിടെ? ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും. പ്രവാചകന്മാർ വന്നിട്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമുണ്ടായിട്ടില്ല. അള്ളാഹു ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യം പ്രവാചകന്മാർക്കുണ്ടായിട്ടില്ല. കാരണം പ്രവാചകന്മാർ വരുമ്പോൾ അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നവർ ആയിരുന്നു. ഉദാഹരണമായി മക്കയിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ആരാണ് മഴ വർഷിപ്പിക്കുന്നത്? ആ ചോദ്യത്തിന് അവർ നൽകിയിരുന്ന ഉത്തരം അള്ളാഹുവാണ്. ആരാണ് മരിപ്പിക്കുന്നത്? അവർക്കറിയാം അള്ളാഹുവാണ്. ആരാണ് ആഹാരം നൽകുന്നത്? അവർ പറയും അള്ളാഹു. പക്ഷെ ആരാധിക്കുന്നിടത്ത്, പ്രാർത്ഥിക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ കൂടെ വേറെയും കുറെ ദൈവങ്ങളെ അവർ സങ്കല്പിച്ചു. അള്ളാഹു അല്ലാതെ വേറെയും കുറെ ദൈവ സമാനമായിട്ട് ദൈവത്തിൻ്റെ സത്ത, ദൈവത്തിൻ്റെ ഗുണം ഒക്കെയുള്ള കുറെ വിഗ്രഹങ്ങളെ, അതുപോലെയുള്ള കുറെ സൃഷ്ടികളെ ദൈവ സമാനമായിട്ട് അവർ സങ്കല്പിച്ചു. അവിടെയാണ് പ്രവാചകന്മാർ പണിയെടുത്തത്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യം അവർക്കുണ്ടായില്ല. മറിച്ച് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കൂ, ഇബാദത്ത് ചെയ്യൂ എന്നാണ് പ്രവാചകന്മാർ പറഞ്ഞത്. ഈ പ്രവാചകന്മാർ പറഞ്ഞതിൻ്റെ മുഴുവൻ ആകെ തുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, യഥാർത്ഥ ദൈവമല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്നത്. ഇതിൻ്റെ മുഴുവൻ ആകെ തുകയാണ്. യഥാർത്ഥ ദൈവമല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. അപ്പോൾ സൃഷ്ടികളുടെ അടിമത്വം, സൃഷ്ടികളെ ദൈവമായി സങ്കല്പിക്കൽ, അതിൽ നിന്ന് മനുഷ്യരെ വിമോചിപ്പിക്കുക. സൃഷ്ടാവാണ് ദൈവം. സൃഷ്ടികൾക്ക് ദിവ്യത്വമില്ല, ദൈവസമാനമായ ഒരു കഴിവുമില്ല എന്ന് മനുഷ്യരെ പഠിപ്പിക്കുക. മനുഷ്യർ അകപ്പെട്ട ആ ഒരു അബദ്ധത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുക എന്നതായിരുന്നു പ്രവാചകന്മാർ നിർവഹിച്ച ഉത്തരവാദിത്വവും ഡ്യൂട്ടിയുമെന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ ആ പ്രവാചകന്മാർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ച് പോയി കഴിഞ്ഞപ്പോഴോ, അവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം നിർവഹിച്ച് അവർ പോയി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? പ്രവാചകന്മാരെ മഹത്വവൽക്കരിക്കാൻ തുടങ്ങി, പ്രവാചകന്മാരെ ദൈവ സമാനമാക്കുവാൻ തുടങ്ങി. കഴിഞ്ഞ ഖുതുബയിൽ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ദുർബലമായ ഹദീസുകൾ നമുക്കിടയിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മഹത്വവൽക്കരിച്ചിട്ട് ഇങ്ങനെ പറയുന്ന ഒരു പ്രവാചക വചനമായിട്ട് നമ്മുടെ ഇടയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതൊന്ന്, ഒരു വചനം ഇങ്ങനെയാണ്: ലൗലാക ലമാ ഖലഖ്തൽ അഫ്ലാഖ് ലൗലാക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന പോലെ, പ്രവാചകരെ താങ്കൾ ഇല്ലായിരുന്നുവെങ്കിൽ, ഞാൻ താങ്കളെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാനുള്ള കാരണം ഞാൻ താങ്കളെ സൃഷ്ടിച്ചു, അതാണ്. അപ്പൊ ഈ മഹാപ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൃഷ്ടിയായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവതരിപ്പിക്കുന്ന ഒരു വചനം. ഈ വചനത്തിന്റെ പ്രാമാണികത, അപ്പോ നബിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി. അഷ്റഫുൽ ഖൽഖ് എന്ന് നമ്മളൊക്കെ പറയും, അത് വേറൊരു കാര്യമാണ്. സൃഷ്ടികളിൽ ശ്രേഷ്ഠൻ, അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. പക്ഷെ അങ്ങനെയല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ മഹാപ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കുവാൻ കാരണം താങ്കളാണ്. താങ്കൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ നാം സൃഷ്ടിക്കുമായിരുന്നില്ല. ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ മഹത്വവൽക്കരിക്കുക.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും ഈ പ്രവാചക വചനം മൗദൂഅ് അഥവാ വ്യാജമാണെന്നും ദുർബലമാണെന്നും ഈ പ്രവാചക വചനത്തെ നിങ്ങൾ തള്ളിക്കളയണമെന്നും മുഹദ്ദിസീങ്ങൾ അഥവാ ഹദീസ് വിശാരദന്മാർ, ഹദീസ് പണ്ഡിതന്മാർ നമ്മളോട് പറയുന്നു. റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതേപോലെ മറ്റൊരു വചനമാണ് അവ്വലു മാ ഖലഖല്ലാഹു നൂറ, അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് എൻ്റെ പ്രകാശത്തെയാണ്. ഏത് പ്രകാശത്തെ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നൂറ്, അദ്ദേഹത്തിന്റെ വെളിച്ചത്തെയാണ്. നിങ്ങളൊക്കെയും ഈ ഒരു പ്രവാചക വചനം കേട്ട് കാണും, പലപ്പോഴായി കേട്ട് കാണും. എൻ്റെ പ്രകാശത്തെയാണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത്, അതിനുശേഷമാണ് ബാക്കിയുള്ള സൃഷ്ടിപ്പൊക്കെ നടത്തിയത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആദം നബി അലൈഹിസ്സലാം അദ്ദേഹത്തെയാണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് എന്നാണ്. അതിന് വിരുദ്ധമായിട്ട് റസൂലൊന്നും പറയില്ല. ഞാൻ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് മലക്കുകളോട് അള്ളാഹു പറയുന്ന ആ ഒരു ചർച്ച സൂറ ബഖറയിൽ സവിസ്തരം അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് ആദം നബി അലൈഹിസ്സലാം, അതിനുശേഷം ആദമിന്റെ ഇണ, അതിനുശേഷമോ മനുഷ്യവംശം ഇങ്ങനെ ജനിച്ചു കൊണ്ടിരുന്നു. ആദം ഹവ്വ, അവരിൽ നിന്ന് അങ്ങനെ മഹാപ്രപഞ്ചത്തെ ആദ്യം സൃഷ്ടിക്കുന്നു. അതിനുശേഷം ആദം നബി അലൈഹിസ്സലാം, പിന്നെ ഹവ്വ ബീവി. ഇതാണ് വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ചരിത്രം. അതിനപ്പുറത്തേക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒളിവാണ് അഥവാ പ്രകാശത്തെയാണ്. ഇങ്ങനെ ദുർബലമായ ചില വചനങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അത് റസൂലിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, റസൂൽ പറയാത്ത ഒരു കാര്യം നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. റസൂൽ പറയാത്ത ഒരു കാര്യം റസൂലിലേക്ക് ചേർക്കാൻ പാടില്ല. ഞാൻ എന്ത് പറഞ്ഞോ അത് മാത്രം, അതിനപ്പുറം എന്തെങ്കിലും കണ്ടാൽ അത് നിങ്ങൾ തള്ളിക്കളയണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാണ്. അപ്പം ഇങ്ങനെ ചില ദുർബലമായ വചനങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നബിക്ക് കൊടുക്കാത്ത പദവിക്ക് അപ്പുറത്തേക്ക് നമ്മളാരും ഉയർത്തിക്കൊണ്ടു പോകാനും പാടില്ല. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ആ റസൂലിനെ ഒന്ന് കാണണം. ഇത് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഇല്ല. നാളെ പരലോകത്ത് സ്വർഗത്തിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒന്ന് ഇരിക്കണം. ആ റസൂലിനെ കാണുമ്പോൾ ആ റസൂലിനെ ഒന്ന് സലാം പറയണം, ആ റസൂലിനെ ഒന്ന് കെട്ടിപ്പിടിക്കണം, ആ റസൂലിന്റെ ചാരത്തിങ്ങനെ ഒന്ന് ഇരിക്കണം. ഇതൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണ്. ഇങ്ങനെ ആഗ്രഹിക്കാത്ത ഒരു വിശ്വാസിയും നമ്മുടെ കൂട്ടത്തിലില്ല. ഇതുപോലെ തന്നെ ആഗ്രഹിച്ചിരുന്നു സഹാബിമാരും. ഒരു ചരിത്രം പറയാം. സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ട ചില സേവനങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് പ്രവാചകന്റെ കൂടെ ജീവിച്ച ഒരു സഹാബിയാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. അത് നബി അങ്ങനെ വച്ചിട്ടല്ല, നബി അങ്ങനെ ഒരു സർവന്റിനെ വച്ചിട്ടില്ല. സ്വയം സന്നദ്ധനായി പ്രവാചകർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് അങ്ങനെ സ്വയം സന്നദ്ധനായി വന്ന ഒരു സഹാബി സൗബാൻ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ റസൂൽ ഇങ്ങനെ നോക്കിയപ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്നു, മുഖത്ത് വലിയ സങ്കടമുണ്ട്. റസൂൽ അന്വേഷിച്ചു, എന്ത് പറ്റി സൗബാൻ, താങ്കൾക്ക് എന്താണ് സംഭവിച്ചത്? സൗബാൻ തിരിച്ചു പറഞ്ഞു, റസൂലേ, ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു, താങ്കൾ മരണപ്പെട്ടു പോകും, ഈ പാവപ്പെട്ട സൗബാനും മരണപ്പെടും. താങ്കൾ വഫാത്തായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് ഉന്നതമായ സ്വർഗമാണ് നൽകുക. ഈ പാവപ്പെട്ട സൗബാൻ മരണപ്പെട്ടു പോയാലോ സ്വർഗം കിട്ടിയാൽ തന്നെ ദറജ കുറവായിരിക്കും, പദവി കുറവായിരിക്കും. താങ്കൾ പ്രവാചകനാണല്ലോ, വലിയ ഉന്നതമായ പദവിയിലാണ് താങ്കൾ എത്തപ്പെടുക. ഞങ്ങളൊക്കെ ഏറ്റവും ചെറിയ സ്വർഗത്തിലായിരിക്കും പ്രവേശിപ്പിക്കപ്പെടുക. ഇപ്പോൾ എനിക്ക് താങ്കളെ കാണുവാനും താങ്കളുടെ കൂടെ ഇരിക്കുവാനും സാധിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ സ്വർഗത്തിലാണെങ്കിലും ഞാൻ താങ്കളെ എങ്ങനെയാണ് കാണുക?
എനിക്ക് താങ്കളുടെ ആ സഹവാസം വേണം, എനിക്ക് താങ്കളോടൊപ്പം ഇരിക്കണം. ഇതാണ് റസൂലെ എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. റസൂൽ തിരിച്ചൊന്നും പറഞ്ഞില്ല. കാരണം റസൂലിന് പറയാൻ കഴിയില്ല. എന്തു പറയും റസൂലിന് അറിയില്ല. റസൂൽ അങ്ങനെ മൗനം പാലിച്ചപ്പോഴാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ഞാനിവിടെ ഓതിയ ആയത്ത് സൂറത്ത് അൻ-നിസായിലെ 69-ാമത്തെ ആയത്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമ്മാനിക്കുന്നു. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? മയ്യുതിഇല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിച്ചാൽ, ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവരൊക്കെയും നാളെ സ്വർഗത്തിൽ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിലായിരിക്കും. മിനൻ നബിയീന, പ്രവാചകന്മാർക്കൊപ്പം, വസിദ്ദീഖീന, സത്യസന്ധരായ ആളുകൾക്കൊപ്പം, വശുഹദാഇ, രക്തസാക്ഷികൾക്കൊപ്പം, വസ്വാലിഹീന, സൽക്കർമ്മികൾക്കൊപ്പം, വഹസുന ഉലൈക റഫീഖ, എത്രയോ നല്ല കൂട്ടുകാരാണ്. ഇത്ര നല്ല സഖാക്കളുടെ കൂടെ നാളെ സ്വർഗത്തിൽ അവർക്ക് പ്രവേശിക്കാം. ഈ ആയത്ത് ഇറങ്ങിയ ശേഷം സൗബാൻ പറയുന്നു, സൗബാനുമായി ബന്ധപ്പെട്ട സഹാബിമാർ പറയുന്നു, പിന്നെ സൗബാന്റെ ജീവിതം വല്ലാതെ മാറി. പ്രവാചകനെ അനുസരിക്കുന്നിടത്ത് ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. അപ്പൊ ഇത്തിബാണ്, അവിടെ പാടി പുകഴ്ത്തലല്ല, മറിച്ച് അനുസരണമാണ്. നിങ്ങൾ ഖുർആൻ പരിശോധിക്കൂ, റസൂലിനെ അനുസരിക്കൂ എന്നാ പറയുന്നത്. ഇത്തിബാ, ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ നമുക്കിരിക്കണ്ടേ? ആ റസൂലിനെ കാണുമ്പോ ഒന്ന് സലാം പറയണ്ടേ? നമ്മുടെ കണ്ണ് നിറയെ ആ റസൂലിനെ ഒന്ന് കാണേണ്ടതില്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റ ഉത്തരമേ ഉള്ളൂ, റസൂലിനെ അനുസരിക്കൂ. ആ റസൂൽ എന്താ പറഞ്ഞത് അത് പ്രകാരം ജീവിക്കൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസികളെ, എന്നോടുള്ള സ്നേഹം പ്രകടമാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, ഞാൻ എന്താണോ കൊണ്ടുവന്നത്, തബ്അൻ ലിമാ ജിഅത ബി, ഞാൻ എന്താണോ കൊണ്ടുവന്നത് അതിനെ അനുസരിക്കൂ. റസൂൽ എന്താ കൊണ്ടുവന്നത്? വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനിനെ അനുസരിക്കൂ. ആ ഖുർആനിന്റെ വ്യാഖ്യാനമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. എങ്ങനെയാണ് ഖുർആൻ അനുസരിച്ച് ജീവിക്കേണ്ടത് റസൂൽ ജീവിച്ച് കാണിച്ചു തന്നു. വെറുതെ വാഗൊണ്ട് പറയുക മാത്രമല്ല റസൂൽ ചെയ്തത്. ഖുർആൻ പ്രകാരം കുടുംബത്തിൽ, സമൂഹത്തിൽ, കച്ചവടത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, രാഷ്ട്രീയത്തിൽ, അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഖുർആനിനെ അനുസരിച്ചുകൊണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് റസൂല് പഠിപ്പിച്ചു. അത് വാഗൊണ്ടിങ്ങനെ പറഞ്ഞു മാത്രമല്ല, ജീവിച്ച് കാണിച്ചു തന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, അവരെ സമീപിച്ചുകൊണ്ട് സഹാബിമാര് ചോദിക്കുന്നുണ്ട്, റസൂലിന്റെ സ്വഭാവം എങ്ങനെ? അതറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പൊ ആയിഷ ബീവിയെ തന്നെ സമീപിക്കാൻ കാരണമുണ്ട്. മറ്റുള്ളവരെ സമീപിക്കാതെ ആയിഷ ബീവിയെ സമീപിക്കുന്നു. ആയിഷ ബീവി പ്രവാചകന്റെ ഭാര്യയാണ്. കൂടെ കിടക്കുന്നവർക്കാണ് രാപ്പനി അറിയുകയുള്ളൂ. അങ്ങനെ ഒരു ആപ്തവാക്യമുണ്ടല്ലോ, കൂടെ കഴിയുന്നവർക്കാണ് രാപ്പനി അറിയുകയുള്ളൂ. അപ്പൊ ആയിഷ ബീവിയോട് ചോദിച്ചാലേ കൃത്യമായ ഉത്തരം കിട്ടൂ. കാരണം കൂടെ കിടക്കുന്ന ഭാര്യയാണ്. ഒരു മടിയും കൂടാതെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, വകാന ഖുലുഖുഹു ഖുർആന, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനാണ്. അദ്ദേഹം ഖുർആൻ പ്രകാരം ജീവിക്കുന്നു. വകാന യംശി ഖുർആൻ, അദ്ദേഹം സഞ്ചരിക്കുന്ന ഖുർആനാണ്, നടക്കുന്ന ഖുർആൻ. ആ പ്രവാചകൻ ഏറ്റവും അധികം ഓതിയത് ഖുർആനാണ്. ആ പ്രവാചകൻ ഏറ്റവും അധികം പഠിച്ചത് ഖുർആനാണ്. ആ പ്രവാചകൻ പിൻപറ്റാനായിട്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയത് ഖുർആൻ കൊണ്ടാണ്. മറ്റൊരു ഗ്രന്ഥവും അദ്ദേഹം ഓതിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പഠിച്ചിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ വിശുദ്ധ ഖുർആനാണ് പഠിച്ചത്, ഈ വിശുദ്ധ ഖുർആനാണ് ഓതിയത്, ഈ വിശുദ്ധ ഖുർആൻ പ്രകാരമാണ് ജീവിച്ചത്, നമുക്ക് മാതൃകയായത്. അതുകൊണ്ട് അത് പ്രകാരം ആ പ്രവാചകരെ അനുസരിച്ചുകൊണ്ട് ത്യാഗസന്നദ്ധരായി കാലം മാറി വരുന്നു. നമുക്കറിയാം, ലോകത്തിന്റെ ചിത്രമൊക്കെ മാറി വരികയാണ്. ലോകത്തിന്റെ പോക്ക് നമുക്കറിയാം. ഇപ്പോൾ ഖത്തറിലേക്ക് വന്നിരിക്കുന്നു. ഇനി എവിടം വരെ അത് എത്തുമെന്ന് നമുക്കറിയില്ല.
ചിത്രമാകെ മാറി വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെയും പ്രവാചകന്റെ സുന്നത്തിനെയും മുറുകെ പിടിക്കാനുള്ള കരുത്ത് തീർച്ചയായും നമുക്കുണ്ടായിരിക്കണം. ആ ഒരു ത്യാഗസന്നദ്ധത നമുക്കുണ്ടായിരിക്കണം. അവിടെയാണ് പ്രവാചക സ്നേഹം നിർവചിക്കപ്പെടുക. വാഗൊണ്ട് മാത്രം സ്നേഹിക്കാതെ പ്രവൃത്തി കൊണ്ടും സ്നേഹിക്കുന്നവരായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ പ്രവാചക സ്നേഹികളിൽ ഉൾപ്പെടാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും തൗഫീഖും നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أربعة خلفاء الراشدين وأفضل عمراء المرشدين وهو الإمام الشفيق وأمير المؤمنين أبو بكر الصديق رضي الله عنهم وأمير المؤمنين عمر بن الخطاب رضي الله عنهم وأمير المؤمنين عثمان بن عفان رضي الله عنهم وأمير المؤمنين علي بن أبي طالب رضي الله عنهم وعن بقية أصحاب رسولك صلى الله عليه وسلم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ثبت أقدامنا على القوم الكافرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل النفاق والمنافقين وأذل الكفر والكافرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشوئ خلقنا بالنار ولا تجعلنا من خطب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.